മക്കളെ നമസ്കാരം. നമ്മൾ തൊട്ട് മുന്നേ ചെബിഷെഫ് ഇനിക്വാളിറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ചെബിഷെഫ് ഇനിക്വാളിറ്റി പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ഒരു പോസിറ്റീവ് നമ്പറും തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കിട്ടുന്ന ഒരു സെറ്റ്, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് ലാംഡ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റിൻ്റെ മെഷർ 1/λ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫിനേക്കാൾ ചെറുതായിരിക്കുമെന്നാണ് ചെബിഷെഫ് ഇനിക്വാളിറ്റി പറയുന്നത്. ഓക്കെ, ആ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് പ്രൊപ്പോസിഷൻ 9 പ്രൂവ് ചെയ്യുന്നത്. കണ്ടീഷൻ ഈസ് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ഈയുടെ മെഷർ ഇൻഫിനിറ്റിയോ ഫൈനൈറ്റോ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവർ. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒരു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 ആവണമെങ്കിൽ എഫ് 0 ആവണം നിർബന്ധമില്ല, പകരം എഫ് ആൾമോസ്റ്റ് എവർ 0 ആയാൽ മതി എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ റിസൾട്ടാണ്. ഓക്കെ, സപ്പോസ് ചെയ്ത് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺലി ആൻഡ് അസ്യൂം ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ചെബിഷെഫ് ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യുകയാണ്. ലെറ്റ് n element of n and lambda equal to 1/n is a positive number and f is a non-negative measurable function. Then by the Chebyshev inequality, measure of f inverse of 1/n to infinity അല്ലെങ്കിൽ set of all x element of e such that f of x greater than or equal to 1/n should be less than or equal to 1/1/n into integral over f. 1/1/n എന്ന് പറഞ്ഞാൽ n into integral over f എന്ന് കിട്ടും. പക്ഷേ ഇൻ്റഗ്രൽ വാല്യൂ ഓൾറെഡി 0 ആയതുകൊണ്ട് ആ സെറ്റിൻ്റെ മെഷർ 0 എന്ന് കിട്ടും ഫോർ എവരി n element of n. ഓക്കെ, പക്ഷേ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആക്ച്വലി ഇത്തരത്തിലുള്ള സെറ്റുകളുടെ യൂണിയനാണ്. കാരണം 1/n എന്ന സീക്വൻസ് ടെൻസ് ടു 0 ആവുന്ന ആ കൺസെപ്റ്റാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിയൻ n ഈക്വൽ ടു 1 to infinity സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1/n കോയിൻസൈഡ് വിത്ത് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മോണോട്ടോണിക് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് മെഷർ ഓഫ് that set equal to measure of the union should be less than or equal to subadditivity ഉപയോഗിച്ച് കഴിഞ്ഞാൽ summation of measure of that sets measure of set of all x element of e such that f of x greater than or equal to 1/n. പക്ഷേ ഓരോ സെറ്റിൻ്റെയും മെഷർ 0 ആയതുകൊണ്ട് ആ സമേഷൻ തന്നെ എന്തായി പോകുന്നു, 0 ആവുന്നു. ദാറ്റ് മീൻസ് മെഷർ ഓഫ് സെറ്റ് ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഈക്വൽ ടു 0 എന്നുണ്ട്. പക്ഷേ ഇവിടെ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ അർത്ഥം ആക്ച്വലി നോട്ട് ഈക്വൽ ടു 0 കേസ് തന്നെയാണ്. ദാറ്റ് മീൻസ് സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ഈ സച്ച് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ മെഷർ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് 0 അല്ലാത്തതിൻ്റെ മെഷർ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ ഓൺലി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കിട്ടുന്നു. ഇനി കോൺവേഴ്സ് ചെയ്യേണ്ടത് എഫ് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ ഓൺലി. ദെൻ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു 0. അതിന് നമ്മളിവിടെ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഈസ് ഈക്വൽ ടു ബൈ ദി ഡെഫിനേഷൻ ഓഫ് ദി Lebesgue integral of non-negative measurable functions, it is equal to supremum over all integral over EH, where H is a bounded measurable functions having finite support and 0 less than or equal to H less than or equal to F on E. ഓക്കെ, ആ ഡെഫിനേഷൻ ആണ് കൊടുത്തത്. അപ്പോൾ ഒരു ഫൈ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണെന്ന് എടുത്തു. ഇനി കാരണം എച്ച് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആണെങ്കിൽ ഇറ്റ്സ് ഇൻ്റഗ്രൽ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ടേംസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സുപ്രീം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. എച്ചിനേക്കാൾ ചെറുത് ലെറ്റ് ഫൈ ബി എ സിമ്പിൾ ഫംഗ്ഷൻ വിച്ച് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ ഫൈ ഈസ് എ നോൺ നെഗറ്റീവ് സിമ്പിൾ ഫംഗ്ഷൻ ലെസ് താൻ ഓർ ഈക്വൽ ടു എച്ച്. ദെൻ എഫ് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ ആവുന്നതുകൊണ്ട് എച്ച് ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ ആയിരിക്കും. അതിനേക്കാൾ ചെറിയ ഫൈയും എന്ത് തന്നെയായിരിക്കും, ഫൈ ഈക്വൽ ടു 0 ആൾമോസ്റ്റ് എവരിവെയർ. Then integral over e phi, but phi is a simple function means it has a canonical representation sigma equal to 1 to n some ca into chi e എന്ന് പറയാം. where e's are subsets of different subsets of e and their union equal to e ആയിരിക്കും. ബട്ട് അപ്പോൾ ഇവിടെ chi eയുടെ വാല്യൂസിൽ ഇൻ്റഗ്രൽ ഓവർ ഈ phi is equal to summation I varies from 1 to n ca into measure of e എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി phi എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഫൈ തന്നെ 0 ആൾമോസ്റ്റ് എവരിവെയർ ഓൺ ഇ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫൈയുടെ വാല്യൂസ് ഫൈ ഓഫ് കൈസിൻ്റെ കേസിൽ അവിടെ നമുക്ക് കിട്ടുന്ന ആ സി ഐസ് എന്ന് പറയുന്ന വാല്യൂസ് എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. 0 അല്ലാത്ത കേസിലൊക്കെ ആ കൈ ഇയുടെ സെറ്റായിട്ടുള്ള ഇ ഐയുടെ വാല്യൂ 0 ആയി പോകും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ വേരീസ് ഫ്രം 1 to n സി എ ഇൻറ്റു മെഷർ ഓഫ് ഇ ഐ എന്ന് പറയുന്ന വാല്യൂ തന്നെ എന്തായി പോകും, 0 ആയി പോകും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ ഇസ് ഈക്വൽ ടു 0. ഇനി ഇത്തരം ഇൻ്റഗ്രലുകളുടെ സുപ്രീമമാണ് ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച്, സുപ്രീമം വാല്യൂ 0 തന്നെയായി കിട്ടുക. ഇനി ഇത്തരം എച്ചുകളുടെ സുപ്രീമം വാല്യൂ ആയിരിക്കും ഇൻ്റഗ്രലുകളുടെ
സുപ്രീമോ ആയിരിക്കും ഇൻറ്റഗ്രൽ ഓവർ എഫ്. അപ്പോൾ അതും എന്തായി പോകുന്നു, 0 ആയി പോവുകയാണ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പ്രശ്നമായ റിസൾട്ടാണ് ലീനിയാരിറ്റി ആൻഡ് മോണോട്ടോണസിറ്റി ഓഫ് ഇൻറ്റഗ്രേഷൻ. ഇത് നമ്മൾ സിമ്പിൾ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട്, ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻസ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനിലാണ്. ഇപ്പോൾ എഫ് എം ജിയും രണ്ട് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ലീനിയാരിറ്റി മോണോട്ടോസിറ്റി നമ്മൾ നോക്കുന്നത് പോസിറ്റീവ് കേസ് മാത്രം ചൂസ് ചെയ്യുള്ളൂ. കാരണം ആൽഫ ബീറ്റയും നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അവിടെ നോൺ നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാതാവും. Okay, so for alpha and beta greater than 0, integral over alpha plus beta g equal to alpha into integral over f plus beta into integral over g, and it satisfies the monotonic also. That means if f plus r equal to g on e, then integral over f plus r equal to integral over g. ഇപ്പോൾ ഈ രണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം അതിൽ ലീനിയാരിറ്റിയിൽ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുകയാണ്. that alpha greater than 0. Then we need to prove integral over alpha f is equal to alpha into integral over f. But let h be a boundary measurable functions with a finite support and h lies between 0 and f. Then alpha h should be less than or equal to alpha f because alpha is positive. Alpha positive ആകുന്നതുകൊണ്ട് ഇനിക്വാളിറ്റി ചേഞ്ച് ആവുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ ആണ് എച്ച് ബൗണ്ടറി മെഷറബിൾ ആണെങ്കിൽ ആൽഫ എച്ച് ഈസ് ആൾസോ എ ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ ആൻഡ് ബൈ ദി ലീനിയാരിറ്റി ഇൻറ്റഗ്രൽ ഓവർ ഈ ആൽഫ എച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എച്ച്. ഓക്കെ, therefore ഇൻറ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു നമുക്ക് പറയാം സുപ്രീമം ഓവറോൾ ഇൻറ്റഗ്രൽ ഓവർ ഈ ആൽഫ എച്ച് സച്ച് ദാറ്റ് ആൽഫ എച്ച് ഈസ് എ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. But you can take alpha as outside, therefore alpha into supreme overall integral over h such that h is a boundary measurable function with a finite support and 0 less than or equal to h less than or equal to f. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇൻറ്റഗ്രൽ ഓവർ ആൽഫ എഫ് ഈക്വൽ ടു സുപ്രീമം ഓവറോൾ ഇൻറ്റഗ്രൽ ഓവർ ഈ സം എച്ച് എന്ന് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ 0 ലെസ് ആർ ഈക്വൽ ടു എച്ച് ലെസ് ആർ ഈക്വൽ ടു ആൽഫ എഫ് ആകുമ്പോൾ 1 ആൽഫ ഇൻറ്റു എച്ച് ആണ് ആക്ച്വലി ഇവിടെ കിട്ടുക നമുക്ക്. ഓക്കെ, ആ കേസ് ഇവിടെ അപ്ലൈ ആവുന്നതാണ്. അല്ലാതെ ഇപ്പോൾ ഡയറക്റ്റ് കേസായിട്ട് എടുക്കുന്ന ആൽഫ ഇൻറ്റു സുപ്രീം ഓവറോൾ ഇൻറ്റഗ്രൽ ഓവർ എച്ച്. ഇപ്പോൾ എച്ച് ഈസ് എ ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആൻഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് എഫ്. therefore ആൽഫ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓവർ എഫ് എന്ന് ഡയറക്റ്റ് നമുക്ക്. ഇതുപോലെ തന്നെ സമേഷൻ്റെ കേസ് പ്രൂവ് ചെയ്യാം. ലെറ്റ് എഫ് ആൻഡ് ജി ആർ ടു നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻസ്. ദെൻ വി നീഡ് ടു പ്രൂവ് ദി ലീനിയാരിറ്റി ഓഫ് അഡിഷൻ. ദാറ്റ് മീൻ ഇൻറ്റഗ്രൽ ഈസ് preserved under the addition. That means integral over f plus g equal to integral over f plus integral over g പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി രണ്ട് ഫംഗ്ഷനെയും ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ സപ്പോർട്ട് എടുക്കുന്നു. ദറ്റ് എച്ച് ആൻഡ് കെ ആർ ടു ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻസ് വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആൻഡ് ഫസ്റ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ 0 f and other is lies between 0 and g. Then h plus k must be less than or equal to f plus g. But h and k are boundary measurable mean their sum is also a boundary measurable function. That means 0 less than or equal to h plus k less than or equal to f plus g, and h plus k is a boundary measurable function with a finite support only. But by the linearity property of boundary measurable functions, integral over h plus integral over k equal to integral over h plus k. But h plus k is a one of a boundary measurable function less than or equal to f plus g. Then by the definition of the integral of non-negative measurable function, f plus g is non-negative, therefore its integral value must be greater than or equal to any of the value. കാരണം ഇൻറ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻറ്റഗ്രലുകളുടെ സുപ്രീമമാണ്. സുപ്രീമം വാല്യൂ എല്ലായ്പ്പോഴും ഓരോ വാല്യൂവിനേക്കാളും വലുതായിരിക്കും. കാരണം എച്ച് പ്ലസ് കെ എന്ന് പറയുന്ന വൺ ഓഫ് ദി ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് പ്ലസ് ജി ആയതുകൊണ്ടാണ്. ഓക്കെ, so we just take the supremum overall 0 less than or equal to h less than or equal to f and 0 less than or equal to k less than or equal to g. So LHS becomes integral over f plus integral over e g. That should be less than or equal to integral over f plus g. Equation number 5. Equality ആണ് വേണ്ടത്. അപ്പോൾ റിവേഴ്സ് ഇനിക്വാളിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി we consider the integral over f plus g. By the definition it is equal to supremum overall integral of the boundary measurable function L, which lies between 0 and f plus g, and they are having the finite support. അപ്പോൾ L എന്ന ഫംഗ്ഷൻ ബൗണ്ടറി മെഷറബിളുമാണ്, ഫൈനൈറ്റ് സപ്പോർട്ടും ഉണ്ട്. കൂടാതെ അത് 0ക്കും എഫ് പ്ലസ് ജിക്കും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഫിനും ജിക്കും വേണ്ടി രണ്ട് ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ കണ്ടെത്തുകയാണ്. ഇതിൽ എച്ച് ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എഫ് എൽ ആൻഡ് കെ ഈക്വൽ ടു എൽ മൈനസ് എച്ച്. Then what will happen if we take x is a point in E with f of x less than or L of x less than or equal to f of x, then minimum L of x f of x-നേക്കാൾ കുറവാണെങ്കിൽ മിനിമം വാല്യൂ ആരായിരിക്കും? L of x ആയിരിക്കും. That means h of x-ൻ്റെ വാല്യൂ L of x-ന് ഈക്വൽ ആയിരിക്കും. Therefore k of x is equal to L of x minus h of x, but here h of x is equal to L of x itself. That means L of x minus L of x is equal to 0. But 0 should be less than or equal to g. So we got h is equal to L and k equal to 0.
And in case of L of x is greater than f of x, then the minimum must be f of x. That means h of x is equal to f of x. Therefore, k of x is equal to L of x minus h of x, which is equal to L of x minus f of x. But by our assumption L is less than or equal to f plus g, then L minus f should be less than or equal to g. That means our k is less than or equal to g. So you got two boundary measurable functions. H is less than or equal to f and k is less than or equal to g. L is equal to h plus k. Therefore, by the linearity of boundary measurable functions with finite support, integral over E L is equal to integral over E h plus k, which is equal to integral over h plus integral over E k. But by the definition of the integral of non-negative measurable functions of f and g, first part should be less than or equal to integral over f, because it is the supremum of integral of such boundary measurable function size, and the second one should be less than or equal to integral over E g. And so we get integral over E L less than or equal to integral over f plus integral over g. Next we take the supremum over all boundary measurable functions L with L less than or equal to f plus g, and L has a finite support on E. Then integral over f plus integral over g is the upper bound, and supremum is the least upper bound. Least upper bound must be less than or equal to upper bound. That means integral over f plus integral over g. Supremum is actually integral over f plus g. Therefore, from equation 6 and 5 we get these two are equal, integral over f plus integral over g. Okay, integral over f plus g equal to integral over f plus integral over g. And next we prove the monotonic property of Lebesgue integration of non-negative measurable functions. Let h be a boundary measurable function lies between 0 less than or equal to h less than or equal to f with a finite support on E. Then h must be less than or equal to g also. Then by the definition of the Lebesgue integral of non-negative measurable function, integral over E g is the supremum, and it must be greater than any of the integral of the boundary measurable functions should be which is less than or equal to g. That means integral over E h should be less than or equal to integral over E g. അതായത് ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബൗണ്ടറി മെഷർ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലുകളുടെ സുപ്രീമമാണ്. അപ്പോൾ ഓരോ വാല്യൂവിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ആ സിംഗിൾ വാല്യൂ ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഓവർ എച്ചിനേക്കാളും വലുതായിരിക്കും. ഇനി ഇക്വേഷൻ 7ൽ ഇപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ അപ്പർ ബൗണ്ടായിട്ട് വരികയാണെങ്കിൽ സുപ്രീമം എന്ന് പറയുന്നത് മസ്റ്റായിട്ട് ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്. അത് ഏതൊരു അപ്പർ ബൗണ്ടിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ജി. കാരണം എച്ച് എന്ന് പറയുന്നത് ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷൻ ഫോർ എഫ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ ജി എന്ന് നമുക്ക് കിട്ടുന്നു. നെക്സ്റ്റ് നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു തിയറമാണ് അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ. നമ്മളത് സിമ്പിൾ ഫംഗ്ഷനിലും അതുപോലെ തന്നെ ബൗണ്ടറി മെഷറബിൾ ഫംഗ്ഷനിലും പഠിച്ചിട്ടുണ്ട്. ലെറ്റ് എഫ് ബി എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ആൻഡ് എ ആൻഡ് ബി ആർ ടു ഡിസ്റ്റൻസ് ഓഫ് സെറ്റ് ഓഫ് ഇ. then integral over a union bf is equal to integral over f plus integral over bf. Okay, and also for any subset e naught of e with the measure of e naught equal to 0, then integral over f can be written as integral over e minus e naught f. അതായത് ഇ നോട്ട് ഇയിലുള്ള ഒരു സബ്സെറ്റ് ആണ്, അതിൻ്റെ മെഷർ 0 ആണെങ്കിൽ അവിടുത്തെ ഇൻ്റഗ്രൽ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് മാത്രം ആവശ്യമുള്ളൂ. കാരണം ഇ മൈനസ് ഇ നോട്ടും ഡിസ്റ്റോയിൻറ്റ് സെറ്റ്സ് ആണ്. തൊട്ട് മുകളിൽ ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്താണത് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ചെയ്ത് എഫ് ആൻഡ് ബി ആർ എ ആൻഡ് ബി ആർ ടു ഡിസ്റ്റോയിൻറ്റ് മെഷറബിൾ സബ്സെറ്റ്സ് ഓഫ് ഇ ആൻഡ് എഫ് ഈസ് എ നോൺ നെഗറ്റീവ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ. We need to find out the equation 1. That means but before that we consider a boundary measurable function because our definition of Lebesgue integral of non-negative measurable function is the supremum over all Lebesgue integral of boundary measurable functions with 0 less than or equal to h less than or equal to f. So we take one of such function, then integral over a union bh is equal to integral over h plus integral over bh. Because h is a boundary measurable function, we already study the additivity over domain of the boundary measurable functions with the finite support. So the RHS should be less than or equal to integral over a f plus integral over a bf by the definition of the integration of non-negative measurable functions. That means integral over f plus integral over bf must be an upper bound for integral over a union bh. Taking supremum, we get integral over a union bf should be less than or equal to integral over af plus integral over bf എന്ന് കിട്ടും. ഇനി റിവേഴ്സ് ഇക്വാളിറ്റി തൊട്ട് മുകളിലെ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് എ യൂണിയൻ ബി എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ബി എഫ് എന്ന് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ പാർട്ടിൽ ഇ മൈനസ് ഇ നോട്ടും ഡിസ്റ്റോയിൻ്റ് ആണെന്ന് അറിയാം. ജസ്റ്റ് അപ്ലൈ ദി ഇക്വേഷൻ 1. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ ഓവർ എഫ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് യൂണിയൻ
ഇ നോട്ട് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എഫ്. പക്ഷേ ഇ നോട്ടിൻ്റെ മെഷർ 0 ആയതുകൊണ്ട് ദാറ്റ് ഇൻ്റഗ്രൽ മസ്റ്റ് ബി 0. ദോർഫോർ ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് മാത്രമായി മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ ചെയ്യുന്നത്. താങ്ക് യു.